വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണ് വയോധിക മരിച്ച സംഭവം ലൈഫിൽ അനുവദിച്ച വീട് സമയത്തിന് കിട്ടിയിരുന്നെങ്കിൽ ദുരന്തം ഒഴിവാകുമായിരുന്നുവെന്ന് MLA N ഷംസുദ്ദീൻ. വീടിന്റെ ആദ്യ ഗഡു നൽകാനിരിക്കെയാണ് അപകടമുണ്ടായതെന്ന് തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷൗക്കത്തും പറഞ്ഞു. തെങ്കരയിൽ വീട് തകർന്നു മരിച്ച പാത്തുമാബിയുടെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു MLA. ലൈഫിൽ അനുവദിച്ച വീട് സമയത്തിന് കിട്ടിയിരുന്നെങ്കിൽ ദുരന്തം ഒഴിവാകുമായിരുന്നെന്നും ഇങ്ങനെ എത്രയോ പേർ വീടിനായി കാത്തിരിക്കുന്നുവെന്നും ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണമെന്നും MLA N ഷംസുദ്ദീൻ പറഞ്ഞു. പാത്തുമാബി എന്ന് പറയുന്ന ഒരു ഉമ്മ മരണപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ അവിടെ ഇവിടുത്തെ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളൊക്കെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. അവര് സത്യത്തിൽ ലൈഫ് വീട് കാത്തു നിൽക്കുന്ന ഒരാളായിരുന്നു. അത് കിട്ടാൻ വൈകി എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് സമയത്തിന് കിട്ടിയിരുന്നെങ്കിൽ ഇത് ഒഴിവാകുമായിരുന്നു. പിന്നെ ഇതൊക്കെ ഓരോ വിധിയാണ്. അവരിപ്പോ അവിടെ താമസമില്ലെങ്കിലും അവരുടെ താമസിക്കുന്ന വീടാണ്. ഈ മഴ വല്ലാതെ ശക്തിയായപ്പോ വേറൊരു അടുത്ത വീട്ടിലാണ് താമസം. അപ്പോ വാഷ്റൂമിൽ പോകാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് പൊതുവെ ഇപ്പൊ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും വളരെ വലിയൊരു പ്രയാസമാണ് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ ഒരു അന്ത്യം ആ സഹോദരിക്ക്, ആ ഉമ്മക്ക് ഉണ്ടായത് വളരെ ദുഃഖകരമാണ്. ഞാനിപ്പോ കണ്ടു, കുടുംബാംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവരെ ആശ്വസിപ്പിക്കാനാണ് നമുക്ക് കഴിയുക. മറ്റ് കാര്യങ്ങളൊക്കെ അധികൃതരുമായിട്ട് സംസാരിക്കും. ഈ ഒരു കാലവർഷത്തിൽ സംഭവിച്ച ഒരു അപകടമാണല്ലോ. മതിൽ കുതിർന്ന് വീണ് അതിനടിയിൽപ്പെട്ട് മരണപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പൊ തീർച്ചയായും അതിന്റെ ഒരു ധനസഹായവും മറ്റ് സൗകര്യങ്ങളൊക്കെ ഗവൺമെന്റ് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ആ കാര്യത്തിന് ബന്ധപ്പെട്ടവരുമായിട്ട് സംസാരിക്കും. ഇത് ശരിക്കും നമ്മുടെയൊക്കെ കണ്ണു തുറക്കേണ്ട ഒരു സംഗതിയാണ്. നാട്ടില് വീടില്ലാതെ വീടിന് വേണ്ടി കാത്തു നിൽക്കുന്ന ധാരാളം ആളുകൾ, അവരിൽപ്പെട്ട ഒരാളാണ്. ലൈഫിന് വേണ്ടി പണം ഇന്ന് അനുവദിക്കും, നാളെ അനുവദിക്കുമെന്ന് വിചാരിച്ച് കാത്തു നിൽക്കുന്ന ഒരാളാണ് ഇപ്പൊ ഈ ദുരന്തത്തിൽ പെട്ടത്. അതും നമ്മൾ ഭരണകർത്താക്കളുടെയൊക്കെ കണ്ണ് ഉറപ്പിക്കേണ്ട ഒന്നാണ്. ഇതുപോലെ ഒരുപാട് ആളുകൾ ഈ സംസ്ഥാനത്തുണ്ട്, പാവപ്പെട്ടവർ. അപ്പോ അത് അങ്ങനെ നമുക്കൊക്കെ ഈ സഹോദരിയുടെ, ഈ ഉമ്മയുടെ ഈ വിയോഗത്തിൽ നിന്ന്, ഇങ്ങനെ ഉണ്ടായ ഈ അപകടത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു യാഥാർത്ഥ്യമാണ്. എത്രയും പെട്ടെന്ന് അത്തരം ലൈഫ് വീടുകൾ കൊടുക്കാനുള്ള നടപടികളൊക്കെ സ്പീഡാക്കണം എന്നുള്ളത് കൂടി, വലിയ പ്രയോറിറ്റി അതിന് കൊടുക്കണം എന്നുള്ളത് കൂടി ആണ് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നത്. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക എന്നുള്ളതായിരിക്കണം ഭരണകൂടത്തിന്റെ ആദ്യത്തെ പ്രയോറിറ്റി. അതേസമയം മരണമുണ്ടായ കുടുംബത്തിന് ലൈഫ് വീടിന്റെ ആദ്യ ഗഡു കൊടുക്കാനിരിക്കുകയായിരുന്നുവെന്നും ഉന്നതിയിൽ മറ്റു വീടുകളുടെ നിർമ്മാണം നടക്കുന്നുണ്ടെന്നും തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷൗക്കത്ത് പറഞ്ഞു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ലക്ഷമ്പൂർ കോളനിയെ സംബന്ധിച്ച് നമുക്കറിയാം, അവിടെ 8 വീടുകളാണ് ആ കോളനിക്കകത്ത് ഉള്ളത്. ഒരുപാട് വർഷങ്ങൾ പഴക്കമാണ് ലക്ഷമ്പൂർ കോളനിയാണ്. അതിന്റെ ഭാഗമായി ആ 8 വീടുകൾ ഒറ്റ വീടുകളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം, അവർക്ക് ഒറ്റയ്ക്കുള്ള പട്ടയം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില പേർക്ക് പട്ടയം കിട്ടിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ലൈഫ് പദ്ധതി ഉൾപ്പെടുത്തി അവർക്ക് പുതിയ വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 8 വീടിൽ ഒരു ഭാഗത്ത് താമസിക്കുന്ന സുബൈദ എന്നവർക്ക് ആദ്യ ഗഡു കിട്ടി. അവര് വീട് പണി തറ പൂർത്തിയാക്കിയിട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ തൊട്ട് വശത്ത് താമസിക്കുന്ന എന്ന് മരണപ്പെട്ട സഹോദരി പാത്തുമാബിയുടെ ലൈഫ് മിഷൻ ധനസഹായത്തിന് വേണ്ടി അവർ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസം അവസാനത്തോടു കൂടി അവർ എഗ്രിമെന്റ് വെച്ച് ധനസഹായത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നതോടൊപ്പം തന്നെ അവരെ വീട് പൊളിച്ച് തറ കെട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. എന്തായാലും വലിയൊരു പ്രയാസമുള്ള കാര്യമാണ്. പഞ്ചായത്ത് അതിന് ധനസഹായം കൊടുക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഞങ്ങളുടെ ഭരണസമിതി ഒറ്റക്കെട്ടായിട്ട് എല്ലാവർക്കും വീട് കൊടുക്കുന്നതിന് വേണ്ടി മാർച്ചിന്റെ മുമ്പേ തീരുമാനമെടുത്തതാണ്. അപ്പൊ അത് പദ്ധതി അംഗീകാരം കിട്ടിയത് നമുക്ക് മെയ് മാസം 22-ാം തീയതിയാണ്. ആദ്യം വീട് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുമ്പോഴാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. എന്തായാലും തീർത്തും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ നിര്യാണത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അനുശോചിക്കുക. CCN
മണ്ണാർക്കാട്.